ഹായ്, വെൽക്കം ബാക്ക്. നമുക്കിന്ന് ബ്രെഡ് ഓംലെറ്റിൻ്റെ റെസിപ്പി നോക്കാം. ചില സ്ഥലത്തു നിന്ന് ബ്രെഡ് ഓംലെറ്റ് കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും അല്ലേ? അപ്പോൾ എങ്ങനെയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് ഓംലെറ്റ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. നല്ല എളുപ്പമാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ലഞ്ചായിട്ടോ ഡിന്നറായിട്ടോ അല്ലെങ്കിൽ സ്നാക്സ് ആയിട്ടോ ഒക്കെ കഴിക്കാം. അപ്പോൾ നോക്കാം റെസിപ്പി എങ്ങനെയാണെന്ന്. നമുക്ക് 6 മീഡിയം സൈസ് മുട്ടയാണ് വേണ്ടത്. മുട്ട പൊട്ടിക്കുന്നതിന് മുന്നേ നന്നായിട്ട് കഴുകിയിട്ട് വേണം പൊട്ടിച്ചെടുക്കാൻ. ഇനി ഇതിലോട്ട് 2 മീഡിയം സൈസ് തക്കാളി നല്ല ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എത്രയും നൈസായിട്ട് അരിയാൻ പറ്റുമോ അത്രയും നല്ലതാണ് കേട്ടോ. 1 മീഡിയം സൈസ് സവാള നല്ല ചെറുതായിട്ട് അരിഞ്ഞത്, 1 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, 2 ടേബിൾ സ്പൂൺ മല്ലിയില, ഇതും ചെറുതായിട്ട് അരിഞ്ഞതാണ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ മുളക് പൊടി. ഞാനിപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. മുളക് പൊടിയുടെ അളവ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം കേട്ടോ. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഹാൻഡ് വിസ്ക് വെച്ചിട്ടാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. ഹാൻഡ് വിസ്ക് യൂസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ പതഞ്ഞ് കിട്ടും. മുട്ട നന്നായിട്ട് പതപ്പിച്ചെടുത്താൽ അത്രയും സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത്രയും മതി. ഈ 6 മുട്ട വെച്ച് നമുക്ക് ഏകദേശം 4 ബ്രെഡ് ഓംലെറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ആദ്യം ഒരു പാൻ ചൂടാക്കുക. ഇതിലോട്ട് 1 ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. തീ സിമ്മിലോട്ട് വയ്ക്കുക, ഇല്ലെങ്കിൽ ബട്ടർ പെട്ടെന്ന് കരിഞ്ഞു പോവും. 1 സ്പൂൺ കൊണ്ട് തവയുടെ എല്ലാ ഭാഗത്തോട്ടും ബട്ടർ ആക്കി കൊടുക്കുക. ഇനി ഇതിലോട്ട് ബ്രെഡ് വെച്ച് കൊടുക്കാം. ഇങ്ങനെ ബ്രെഡ് ഓംലെറ്റ് ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. ഇനി താഴെ ഒന്ന് ബ്രൗൺ നിറമായി വരുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ബട്ടർ ഇല്ലെങ്കിൽ ഇതിലോട്ട് ഓയിൽ തേച്ച് കൊടുത്തിട്ട് ഇതേപോലെ ടോസ്റ്റ് ചെയ്തെടുത്താൽ മതി. പക്ഷെ ബട്ടർ തേക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അത് ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട്. ഞാൻ തിരിച്ചിട്ട് കൊടുത്തു. ഇനി താഴ്ഭാഗവും ഇതുപോലെ ആയി വരണം, കരിഞ്ഞു പോകരുത്. ഇതുപോലെ 3-4 ചെയ്തെടുക്കുക. ഇനി ഈ തവയിലോട്ട് കുറച്ച് എണ്ണ തടവി കൊടുക്കാം. എണ്ണ തടവിയില്ലെങ്കിൽ മുട്ട ഇളകി വരാൻ പാടായിരിക്കും. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ എടുക്കുക. തീ മീഡിയത്തിലോട്ട് വയ്ക്കുക. ഇതിലോട്ട് മുട്ട കോരി ഒഴിച്ചു കൊടുക്കുക. തവയുടെ വലുപ്പത്തിൽ തന്നെ നമ്മൾ പരത്തിയെടുക്കുക. എന്നാലേ ബ്രെഡ് വെച്ചിട്ട് മൂടിയെടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ ദോശയൊക്കെ ചുടുന്ന തവ എടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി ഇതിലോട്ട് ബ്രെഡ് വെച്ച് കൊടുക്കാം. ഇനി താഴ്ഭാഗത്ത് കുറച്ച് മുട്ട ആയിട്ടുണ്ട്, അത് തിരിച്ചു വെച്ച് കൊടുക്കാം. ഇങ്ങനെ ചെയ്താലേ 2 സ്ഥലത്തും മുട്ട പിടിച്ചു വരുള്ളൂ. ഇല്ലെങ്കിൽ ഒരു ഭാഗത്ത് മാത്രമേ മുട്ടയുടെ ടേസ്റ്റ് കാണുള്ളൂ. ഇനി മുട്ട ഒന്ന് വെന്ത് വരുമ്പോഴേക്ക് നമുക്ക് സൈഡിൽ നിന്ന് ഇങ്ങനെ മടക്കി കൊടുക്കാം. ഒന്ന് വെന്തിട്ട് വേണം മടക്കി കൊടുക്കാൻ, ഇല്ലെങ്കിൽ പെട്ടെന്ന് പൊട്ടിപ്പോവും. അതുപോലെ തന്നെ തീ കുറച്ച് വയ്ക്കാനും മറക്കരുത്, ഇല്ലെങ്കിൽ കരിഞ്ഞു പോവും. ഇങ്ങനെ മടക്കിയെടുത്തതിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കാം. 15 സെക്കൻഡ് ഇങ്ങനെ വെച്ചതിന് ശേഷം എടുത്തു മാറ്റാം. അപ്പോൾ ഇതുപോലെ തന്നെ അടുത്തതും ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഇതാ 4 ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ചൂടോടെ തന്നെ കഴിക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ. അപ്പം നല്ല ടേസ്റ്റാണ്. ഞാനിത് മുറിച്ച് കാണിച്ചു തരാം. അപ്പം നല്ല സോഫ്റ്റാണ്. ടൊമാറ്റോ സോസും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളി കോമ്പിനേഷനാണ്. അതില്ലെങ്കിലും വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇത് ലഞ്ചായിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും അല്ലെങ്കിൽ സ്നാക്സ് ആയിട്ടൊക്കെ കഴിക്കാൻ പറ്റിയ റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും ഇതുപോലൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇഷ്ടമെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ.